വിശേഷങ്ങൾ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള അതേസമയം അടിപൊളിയായിട്ടുള്ള ഡിഷായിട്ടാണ്. അതായത് ചിക്കൻ കൊണ്ടാട്ടം. നിങ്ങൾ കുറച്ച് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ചിക്കൻ കൊണ്ടാട്ടം? അപ്പോൾ അത് വളരെ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. ആദ്യമേ തന്നെ പറയട്ടെ, കാരണം കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും അതിന്റെ സ്പൈസ് ലെവൽ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഈ റെസിപ്പിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ടൊമാറ്റോ കെച്ചപ്പ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ടൊമാറ്റോ കെച്ചപ്പ് ഇല്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളി വഴറ്റുക, അതിലോട്ട് നമുക്ക് കുറച്ച് വിനീഗറും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് പച്ചമണം മാറുന്നവരെ വഴറ്റി കൊടുത്താൽ മതി. അപ്പൊ ഈ പോയിന്റ് ഞാൻ വീഡിയോയിൽ പറയാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് കേട്ടോ. ബാക്കിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതുപോലെ ചെയ്ത് നോക്കൂ, അടിപൊളിയായിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കൂ. അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ഫീഡ്ബാക്ക് തരിക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരോട്ടൊന്ന് എത്തിക്കുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ മിനാസ് കറിവേൽ കാണുന്നു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നലെ ആയിട്ടുണ്ടായിരുന്ന മാംഗോ ഹൽവ ഒരുപാട് പേര് കണ്ടിട്ടില്ല. അടിപൊളിയായിട്ടുള്ള ഡിഷാണ്, ഉണ്ടാക്കിയവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. അപ്പൊ ദയവേത് കാണാത്തവർ കാണാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിയാണ് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 3/4 കിലോ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ഫ്രഷ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസസ് ആയിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. അതേസമയം വലിയ പീസായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുറിക്കാം, അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് വെച്ചിട്ടും ഉണ്ടാക്കാം. പക്ഷേ ആക്ച്വൽ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എല്ലോട് കൂടിയുള്ള ചിക്കൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മിനിമം 20 മിനിറ്റെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതേസമയം സമയം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ രാത്രി മുഴുവനും മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 1 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നത്. അതേസമയം അധികം എരിവില്ല ഈ മുളക് പൊടിക്ക്. നിങ്ങളുടെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, അതായത് ചെറുനാരങ്ങ നീര്. ഇപ്പോൾ ലെമൺ ജ്യൂസ് ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗർ ചേർത്താലും മതിയാകും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും കുഴപ്പമില്ല. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ആദ്യം തന്നെ ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് കോൺഫ്ലവറോ മൈദയോ ചേർക്കാം, അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർക്കാം കേട്ടോ, ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത്. പക്ഷേ ഞാൻ ഇത്ര മാത്രം ചേർക്കുന്നുള്ളൂ. ഈ മസാലയുടെ ടേസ്റ്റ് ഒന്ന് നോക്കുക, എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 കിലോ ഒക്കെ ചെയ്യുമ്പോൾ മുളക് പൊടിയുടെയൊക്കെ അളവ് ഇച്ചിരി ഒന്ന് കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് വലിയ പീസായിട്ട് വേണമെങ്കിൽ മുറിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എപ്പോഴും ചെറിയ പീസായിട്ട് മുറിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നല്ലോണം ഇതിലേക്കങ്ങ് മസാല പിടിക്കും. ഇതിപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചാലും മതി. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ ചിക്കനിലോട്ടൊക്കെ മസാല പിടിച്ചോളും. അതിനാണ് ഫ്രിഡ്ജിൽ വെക്കാൻ പറയുന്നത്. അപ്പോൾ മിനിമം 20 മിനിറ്റെങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്കിനി 1 മണിക്കൂറിന് ശേഷം ഇത് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ 1 മണിക്കൂറായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതങ്ങ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് എണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത്, ഒരു നല്ല നാടൻ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. അതിലോട്ട് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു വശത്ത് 4 മിനിറ്റ് അത് തിരിച്ചിട്ടിട്ട് വീണ്ടും അടുത്ത വശം 4 മിനിറ്റ് അങ്ങനത്തെ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതായത് നന്നായിട്ട് ഫ്രൈ ആവണം, അത് ഉറപ്പ് വരുത്താം കേട്ടോ. ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇതിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം കാണാം. അത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വെള്ളമാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ആ വെള്ളം വറ്റിക്കോളും കേട്ടോ. അപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ആ അപ്പുറത്തെ സൈഡ് നന്നായിട്ട് അങ്ങ് ഫ്രൈ ആവട്ടെ. അതിനുശേഷം നമുക്ക് കോരി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യാൻ പാടില്ല. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ കല്ല് പോലെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കണം, അതേസമയം ഫ്രൈ ആയിട്ടുണ്ടായിരിക്കണം. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ എനിക്കൊരു 9 മിനിറ്റാണ് എടുത്തിരിക്കുന്നത് ഇത് ഫ്രൈ ആയി കിട്ടാൻ 2 സൈഡും. അപ്പോൾ നമുക്ക് കോരി മാറ്റി ഞാൻ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ ബാച്ചും ഒരു 10 മിനിറ്റോളം ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി വെക്കാം. അതൊരു പീസ് കഴിച്ച് നോക്കിക്കോളൂ കേട്ടോ, ഫ്രൈ ആയിട്ടുണ്ടോ, ശരിക്കും ഉള്ളിൽ കുക്കായിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഓരോ ചിക്കൻ അനുസരിച്ച് മാറ്റം വരും ചിലപ്പോൾ. ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന ചില ചിക്കനൊക്കെ ഇച്ചിരി സമയം കൂടുതൽ വേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ അതിനനുസരിച്ച് സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവിടെയൊക്കെ കിട്ടുന്ന ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിതിലത്തെ ഫുൾ ചിക്കൻ ഫ്രൈ
കോരി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സെയിം എണ്ണയിലോട്ട് നമുക്ക് കുറച്ച് ഉണക്കമുളക്, ഞാനൊരു 6 ഉണക്കമുളക് 2-3 കഷ്ണമായിട്ട്, ഓരോ ഉണക്കമുളകിനെ 3 കഷ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട്. അത് ഈ എണ്ണയിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചച്ചോ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഉണക്കമുളക് ഉണ്ട് ഈ ചിക്കനിൽ, അതാണ് ഒരു ഭംഗിയും എന്താ പറയുക ലുക്ക് കൊടുക്കുന്നതാണ് ഈ മുളക് കേട്ടോ. അപ്പോൾ വറ്റൽ മുളക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യണം. ഇല്ലാത്തവരിപ്പോൾ സ്കിപ്പ് ചെയ്യാം. ഒരു നല്ലൊരു കളർ ചേഞ്ച് വരുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ അവസാനം ചിക്കൻ്റെ മേലെ കൂടി ഇട്ട് കൊടുക്കാനുള്ളതാണത്. അപ്പോൾ നമുക്ക് ഇതിന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, കരിയാൻ നിൽക്കരുത്, കോരി മാറ്റി വയ്ക്കാം. ഓക്കെ, ഞാൻ ഈ എണ്ണയിൽ തന്നെയാണ് ഉള്ളിയൊക്കെ വഴറ്റാൻ പോകുന്നത്. പക്ഷേ ഇത്ര എണ്ണ വേണ്ട നമുക്ക്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റിയതിന് ശേഷം 3 ടേബിൾ സ്പൂണോളം എണ്ണ ഇതിൽ ബാക്കി നിർത്തുക. അപ്പം കുറച്ച് എണ്ണ ഞാൻ മാറ്റി വെക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കടായിലോട്ട് 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് വെച്ചിരിക്കുന്നത്. ഇതിലോട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, പിന്നെ അവസാനം കുറച്ച് കറിവേപ്പില നമുക്ക് വേണ്ടി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ തീ വെച്ചിരിക്കുന്നത് കേട്ടോ. കറിവേപ്പിലയുടെയൊക്കെ നല്ല ഫ്ലേവർ വരണം. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്, ഈ റെസിപ്പിക്ക് ചെറിയുള്ളിയാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ ഞാനിവിടെ ഒരു 20 ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളകും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സവാള, വലിയ സവാള നൈസാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്താലും മതിയാകും. പക്ഷെ ചെറിയുള്ളിയാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഒരുപാട് ഉപ്പ് ഇടണ്ട. ചിക്കനിൽ നന്നായി ഉപ്പ് പിടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അപ്പോൾ ഇത് ഒരുപാട് ഫ്രൈ ആവാൻ നിൽക്കണ്ട, ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ. ഒരുപാടൊന്നും വേണ്ട, 1 ടീസ്പൂൺ മാത്രം മതിയാകും. അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതായാലും മതി. അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചവാസന മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ചതച്ച മുളകും ചേർക്കുന്നുണ്ട്, കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചതച്ച മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടി ഇട്ട് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ ചതച്ച മുളക്, അതായത് നമ്മുടെ വറ്റൽമുളക് ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഇതിൽ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും. അപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി നന്നായി വാടി വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി വാടി പച്ചമുളകൊക്കെ മാറി നല്ലൊരു വാസന വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തീ കുറയ്ക്കാം, ഏറ്റവും ചെറിയ തീയിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കാം. ആ പച്ചമണം മാറുന്നത് വരെ അങ്ങ് വഴറ്റണേ. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് കുറച്ച് അധികം സമയം വഴറ്റണം, അല്ലെങ്കിൽ ആ ഒരു കുത്തുമണം മാറില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ തീ കുറച്ചൊന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ആ വാസന മാറുന്ന വരെ വഴറ്റാന്ന് ഞാൻ ഒരു 2-3 മിനിറ്റെങ്കിലും ഇത് വഴറ്റിയെടുക്കണം. എണ്ണ കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു ഇച്ചിരി എണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, എക്സ്ട്രാ 1 ടേബിൾ സ്പൂണോളം. വീണ്ടും തീ കുറയ്ക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട് ഞാൻ. അതിലോട്ട് ഞാൻ ചതച്ച മുളക് 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇതൊരു സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്, അതുകൊണ്ടാണ് മുളക് കൂടുതൽ ചേർക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മുളക് ചതച്ചതില്ല എന്നുണ്ടെങ്കിൽ പൊടിയുടെ അളവ് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണം സ്പൈസ് ലെവൽ. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നന്നായി ആ മുളകിൻ്റെ പച്ചമണം മാറുന്ന വരെ അങ്ങ് വഴറ്റി കൊടുത്തോണ്ടിരിക്കുക. അങ്ങനെ ഒരു 2 മിനിറ്റൊക്കെ പിടിക്കും. ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതി, അല്ലെങ്കിൽ ആ മുളക് കരിഞ്ഞു പോകും. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ വറ്റൽമുളകും അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും ആണ്. ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ റിയൽ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ആ ഉണക്കമുളകിൻ്റെ ഒക്കെ ആ ഒരു പച്ച റോ ടേസ്റ്റ് മാറിയെന്ന് ഉറപ്പ് വരുത്തുക. നല്ലോണം നല്ല വാസന വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് പോരാൻ തോന്നുന്നെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യമേ തന്നെ ഒരുപാട് ചേർക്കണ്ട. മിക്സ് ചെയ്ത് കൊടുക്കാം. 2 മിനിറ്റ് കുക്ക് ചെയ്യാം. തീ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒരു 1/4 ഗ്ലാസോളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ടേസ്റ്റ് നോക്കുക. ഈ ഗ്രേവിയുടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ടൊമാറ്റോ കെച്ചപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് വഴറ്റണം, അല്ലെങ്കിൽ ആ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ആ വാസന മുന്നോട്ട് നിൽക്കും. അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ഗ്ലാസ്സൊക്കെ മതിയാകും. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടുക. നന്നായി തിളക്കട്ടെ ഈ ഗ്രേവി. അതിനുശേഷം ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കുക. പുളിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ എരിവ് കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ഇതൊന്ന് സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പിന്നെ ഓരോരുത്തർക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളുടെ വീട്ടിൽ എത്ര എരിവാണ് ഉപയോഗിക്കുക കഴിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. റെസിപ്പിയാണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
കുറച്ചും കൂടെ ഒഴിക്കണം കേട്ടോ വെള്ളം ഭയങ്കരമായിട്ടങ്ങ് പറ്റിപ്പോയി. അതുകൊണ്ട് ഞാനിപ്പോൾ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം പരണ്ടിരിക്കണം, ആ ചിക്കനിലൊക്കെ പരണ്ടിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം വേണം. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വർത്താനം പറഞ്ഞപ്പോൾ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചത് അങ്ങ് പറ്റിപ്പോയി. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അങ്ങ് പരട്ടി എടുക്കണേ, എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന പോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങൾക്ക് അഥവാ ഇതിനെ ഗ്രേവി ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. പക്ഷേ ഡ്രൈ ആയിരിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. എല്ലാ ഭാഗത്തേക്കും ആ ഗ്രേവി എത്തിയെന്ന് ഉറപ്പ് വരുത്തണേ. നമുക്ക് വേണമെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്തോളൂ, വേണമെങ്കിൽ മാത്രം. സ്പൈസി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള ഡിഷാണത്. ചെറിയൊരു പുളിയും നല്ല എരിവും ചെറിയൊരു മധുരവും ഒക്കെ ഉള്ളൊരു ഡിഷ്. കാണാൻ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഈ ക്യാമറയിൽ കാണുന്ന കളറല്ല കേട്ടോ, റിയലായിട്ട് കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. പക്ഷെ ക്യാമറയിൽ ഭയങ്കര റെഡായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി ഫൈനലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ മുളകില്ലേ ഇട്ട് കൊടുക്കുക. മുളകും കൂടെ വരുമ്പോഴാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ആവുള്ളൂ. ഇപ്പോൾ ഡിസ്ക്ലെയിമർ എന്ന് പറയുന്ന പോലെ ദിസ് ഈസ് എ സ്പൈസി ഡിഷ് എന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാവർക്കും കൊടുക്കണേ. അപ്പോൾ അവി പറയും, അവിക്ക് ഭയങ്കര സ്പൈസി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അവിക്ക് എല്ലാം ഇഷ്ടമില്ല. അപ്പോൾ അടുത്ത പ്രാവശ്യം എൻ്റെ അടുത്ത് ഇത് ബോൺലെസ് വെച്ച് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞേക്കാണ് ഇവിടെ. പിന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, ഫൈനൽ ഡിഷ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്യാണ്. കുറച്ചും കൂടി കറിവേപ്പില നമുക്കിതിന് മേലെ കൂടി ഇട്ട് കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയുള്ള പരിപാടി. സൂപ്പർ ഈസി അല്ലേ? സമയം ടേസ്റ്റിയാണ് കേട്ടോ, അത് ഞാൻ ഗ്യാരണ്ടി തരുന്നു. ഇതിപ്പോൾ ഗ്രേവി ഞാൻ ടേസ്റ്റ് ചെയ്യാം, കഷ്ണം ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്യുന്നില്ല. ഗ്രേവി കഴിച്ച് നോക്കട്ടെ കേട്ടോ. അടിപൊളി, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, ഗംഭീരമായിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഉപ്പിന് ഉപ്പ്, എരിവിന് എരിവ്, ചെറിയൊരു മധുരം, അടിപൊളി എന്നാണ്. അടിപൊളിയുണ്ട്. എന്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുമെന്ന് വെച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ടറാണ് ആക്ച്വലി. പക്ഷേ പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. ഇന്നലെ ബ്രെഡിൻ്റെ കൂടെയാണ് ഇവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇന്നലെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. ബ്രെഡിൻ്റെ കൂടെയാണ് പിള്ളേർ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഫീഡ്ബാക്ക് തരണം. അതുപോലെ തന്നെ നിങ്ങൾ ദയവേത് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യൂ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യൂ. ആഴ്ചയിൽ ഞാൻ 4 വീഡിയോ എങ്കിലും മിനിമം ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് വന്ന് കാണൂ. എങ്കിൽ മാത്രമല്ലേ നിങ്ങൾക്ക് എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാൻ തോന്നുള്ളൂ. അതാണ് എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്നെ നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. മോൻ വീഡിയോ ചെയ്യുമ്പോൾ കളിയാക്കാൻ വന്നിരിക്കുന്ന അച്ഛൻ, മുട്ടത്തലയിലെ അച്ഛനും മുട്ടത്തലയും മോനും. ചെയ്ത മോനെ ചക്കര ഓക്കെ. ഇല്ലടാ, അതാ അച്ഛൻ പലതും ചെയ്യുന്നത്, നീ അത് മൈൻഡ് ചെയ്യണ്ട. അങ്ങനെയൊക്കെ വേണം, അതൊക്കെ അല്ലേ ജീവിതം എന്ന് പറയുന്നത്. ഞാൻ എന്തൊക്കെ തടസ്സങ്ങൾ കൂടിയാണ് ഒരു വീഡിയോ ഒരു ദിവസം എടുത്തുകൊണ്ടിരിക്കുന്നത്. വല്ല ഐഡിയ ഉണ്ട്? These noodles that I saw on Instagram, but the difference is it's basically Maggi noodles but with pizza sauce. It sounds simple, but it's actually really good, and I was surprised. On the behind the scene actually. Okay. പറഞ്ഞ റെക്കോർഡിംഗ്